ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഭക്തരെ കബളിപ്പിച്ച് കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ. കോഴിക്കോട് മാവൂർ റോഡിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ലൈബ്രറി തുടങ്ങാൻ ഭക്തർ സ്ഥലം നൽകിയെങ്കിലും നിർമ്മിച്ചത് കെട്ടിടം മാത്രം. ലൈബ്രറി ആരംഭിക്കാതെ കെട്ടിടത്തിലെ മുറികൾ വൻ തുകയ്ക്ക് വാടകയ്ക്ക് നൽകുന്നതിലും പ്രതിഷേധം ശക്തമാണ്. ജനം ബ്രേക്കിംഗ്. വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട്ടെ ശ്രീനാരായണ ഗുരുഭക്തർ മാവൂർ റോഡിൽ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ശ്രീനാരായണ പരമഹംസ സ്മാരക സന്മാർഗദായിനി വായനശാല. മാവൂർ റോഡിന്റെ വികസനം വന്നതോടെ സ്ഥലത്തെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി. സ്ഥലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ലൈബ്രറി തുടങ്ങുമെന്ന ഉറപ്പിൽ സ്ഥലം കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന് കൈമാറി. കോടികൾ വില വരുന്ന കണ്ണായ സ്ഥലത്ത് ലൈബ്രറി കൌൺസിൽ പുതിയ കെട്ടിടം പണിതെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ലൈബ്രറി തുടങ്ങിയില്ലെന്ന് മാത്രമല്ല, കെട്ടിടം മറ്റു പലർക്കും വാടകയ്ക്ക് നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ മെമ്പർമാരുടെയും അനുവാദമില്ലാതെ ഏകപക്ഷീയമായി താലൂക്ക് ലൈബ്രറി കൗൺസിലിന് ഗുരുദേവന്റെ നാമധേയത്തിലുള്ള ലൈബ്രറി പുനഃസ്ഥാപിക്കണമെന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു വിലപിടിച്ച സ്ഥലം നൽകിയത്. വർഷങ്ങളോളം ലൈബ്രറി കൗൺസിൽ നിരുത്തരവാദപരമായി മാവൂർ റോഡിലെ കണ്ണായ സ്ഥലം വാടകയ്ക്ക് കൊടുത്ത് പണമുണ്ടാക്കുകയാണ് ചെയ്തത്. എന്നാൽ അടുത്ത കാലത്ത് ലൈബ്രറി കൗൺസിൽ അവിടെ വലിയൊരു കെട്ടിടം ഉണ്ടാക്കുകയും താഴെ നിലയിൽ മൊത്തം വാടകയ്ക്ക് കൊടുക്കുകയും മുകൾ നിലയിൽ ലൈബ്രറി കൗൺസിലിൻ്റെ ഓഫീസും ഹാളും സ്ഥാപിക്കുകയുമാണ് ഉണ്ടായത്. ഈ ഒരു ഡീഡ് റദ്ദാക്കാതിരിക്കാൻ വേണ്ടി മാത്രം SNPSS ലൈബ്രറി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഭക്തരെയും കേരളീയ പൊതുസമൂഹത്തെയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ വഞ്ചിച്ചിരിക്കുകയാണ്. SNPSS എന്ന പേര് മാറ്റി കെട്ടിടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ലൈബ്രറി തുടങ്ങിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് SNDP യോഗത്തിന്റെയും ഗുരുഭക്തന്മാരുടെയും നീക്കം. ജനം, കോഴിക്കോട്.